Welcome back all of you to iPlace Training Solutions. So, സെറ്റ് ഹിന്ദിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാനലിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ നമുക്കറിയാം നമ്മൾ എത്ര ഓരോ ചെറിയ ചെറിയ പോർഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ ചെയ്യാനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് അല്ലെ, ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, സോ അതിന്റെ ആൻസർ എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫാക്ട്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടോ, ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഈ ഒരു സീരീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു 10 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. फर्स्ट क्वेश्चन ഇങ്ങനെയാണ്, संविधान में हिंदी को राजभाषा बनाने का प्रस्ताव किस अहिंदी भाषी ने रखा? ഓക്കെ, അപ്പൊ നമ്മൾ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഹിന്ദിനെ രാജഭാഷയാക്കിയ വർഷം, അതുപോലെ തന്നെ അനുച്ഛേദ്, അതുമായി ബന്ധപ്പെട്ട കുറെ ഡേറ്റുകൾ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, संविधान में हिंदी को राजभाषा बनाने का प्रस्ताव किस अहिंदी भाषी ने किया? ഏത് അഹിന്ദി ഭാഷയാണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഹിന്ദിതർ ഏരിയയിലെ അല്ലാത്ത വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഖനയ്യലാൽ മണിക്ലാൽ മുൻഷി ഓർ ഗോപാൽ സ്വാമി അയ്യങ്കാർ. ഓപ്ഷൻ ബി വരുന്നത് ബാൽ ഗംഗാധർ തിലക് ഓർ മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി നഖേന്ദ്രനാഥ് ബസു ഓർ കേശവചന്ദ്ര സെൻ. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് ശാരദാചരൺ മിത്ര ഓർ രാമാനന്ദ് ചാറ്റർജി. ഓക്കെ, ഇതിൽ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഉത്തരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ എ ആണ്, ഖനയ്യലാൽ മണിക്ലാൽ ഓർ മുൻഷി ഓർ ഗോപാൽ സ്വാമി അയ്യങ്കാർ അല്ലെ. അയ്യങ്കാർ ഫോമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗോപാൽ സ്വാമി അയ്യങ്കാർ എന്നുള്ള പേര് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും നമുക്ക്. പക്ഷേ ഈ ഖനയ്യലാൽ മണിക്ലാൽ മുൻഷി എന്നുള്ള പേര് അത്ര ഫെമിലിയർ ആവാനായിട്ട് ചാൻസ് കുറവാണ്. സോ അത് ഓർത്ത് തന്നെ വയ്ക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. कैलाश चंद्र भाटिया की पुस्तक हिंदी भाषा के अनुसार इस प्रकार बारी तालियां की गड़गड़ाहट में मुंशी अय्यंगार फॉर्मूला स्वीकार कर ഹിന്ദി കോ രാജഭാഷ കെ പദ് പർ പ്രതിഷ്ഠിത് കിയാ ഗയാ ഹൈ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് അയ്യങ്കാർ ഫോർമുല, ഇതാരാണ് കൊണ്ടുവന്നത്, സോ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം. സോ കൈലാഷ് ചന്ദ്ര ഭാട്ടിയയുടെ പുസ്തകമായിട്ടുള്ള ഹിന്ദി ഭാഷ ഓർത്തു വയ്ക്കാം. ആൻഡ് മുൻഷി അയ്യങ്കാർ ഫോർമുല എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടെ ഓർത്തു വെക്കാം കേട്ടോ. സോ ക്ലിയർ അല്ല ഈ ഒരു ടോപ്പിക്കാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ओके, ചോദ്യം ഇങ്ങനെയാണ്, मुंशी अय्यंगार फॉर्मूला के अनुसार हिंदी भाषा संबंधी व्यवस्था संविधान के किस भाग में समाहित किया गया है? അനുച്ഛേദ് വേറെയാണ്, ഭാഗ് വേറെയാണ്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ചോദ്യം വായിക്കണം. ഓപ്ഷൻസിൽ ചോദ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മുൻഷി അയ്യങ്കാർ ഫോർമുല ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഹിന്ദി ഭാഷാ സംബന്ധി വ്യവസ്ഥ സംവിധാനിൽ ഏത് ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് 4 ഭാഗ് 18, ഭാഗ് 17, ഭാഗ് 8, ഭാഗ് 12. ഇതിൽ ഓരോ ഭാഗിലും എന്താണെന്നുള്ളത് നമുക്ക് ജനറൽ പേപ്പറിൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഭാഗ് 17 ആണ് കേട്ടോ. ഭാഗുകളും അനുച്ഛേദങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏത് അനുച്ഛേദ് മുതലാണ് ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ അനുച്ഛേദങ്ങൾ പഠിക്കുന്നുണ്ട്. 343 മുതൽ 351 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. സോ കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കാം. संविधान में हिंदी भाषा संबंधी जो भी व्यवस्था भाग 17 के अनुच्छेद 343 से 345 तक की गई है. ഓക്കെ, 343 മുതൽ 351 വരെയുള്ള ഭാഗിൽ എന്ത് പറയുന്നുണ്ട്? ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. അത് ഏത് ഭാഗിലാണെന്ന് ചോദിച്ചാൽ 17ാമത്തെ ഭാഗിലാണ് കേട്ടോ. ഉസേ മുൻഷി അയ്യങ്കാർ ഫോർമുല കെ തഹത് നിർമ്മിത് കിയാ ഗയാ ഹൈ. മറ്റൊരു പോയിന്റ്, 8वीं अनुसूची की 22 ഭാരതീയ ഭാഷാവും की व्यवस्था भी इस फॉर्मूला के अंतर्गत की गई है. നമുക്കറിയാം 22 ഭാഷകളെ ഒരു സിസ്റ്റമായിട്ടല്ലേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് 8वीं അനുസൂചിയിൽ 22ാമത്തെ, അതേത് അനുസൂചിയിലാണ്? 8ാം അനുസൂചിയിൽ 22 ഭാഷകളെ ആഡ് ചെയ്തിട്ടതും ഈ ഒരു അയ്യങ്കാർ ഫോർമുല വെച്ചിട്ടാണ്.
നമുക്ക് വേറെ ചോദ്യം ഇതുമായി കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഈ 22 ഭാഷകൾ ഏതാണ്. ഓക്കെ, അതും തന്നെ ആദ്യം 14 ഭാഷകളാണ് വന്നത്, പിന്നീട് ആഡ് ചെയ്തത് സിന്ധി. അത് ഏത് വർഷമാണ് ആഡ് ചെയ്തത്, അത് ഏത് സംശോധന അല്ലെ ഏത് അമെൻമെന്റ് വഴിയാണ് ആഡ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഭാഷയാണ് ആഡ് ചെയ്തത്, അങ്ങനെ മൊത്തം 22 ആയത് വരെയുള്ള ഭാഷ, ലാസ്റ്റ് ആഡ് ചെയ്ത 4 ഭാഷ, ഠോങ്കരി, അതൊക്കെ. അപ്പൊ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. അപ്പൊ ഒരു ചെറിയ പോയിന്റ് കാണുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ റീകോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അനുച്ഛേദങ്ങൾ അതുപോലെ 343 മുതൽ 351 വരെയുള്ള അനുച്ഛേദങ്ങൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 343 നമുക്കറിയാം രാജ്യഭാഷാക്കെ റൂപേ ഹിന്ദി. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ 48 ആണ് നമ്മുടെ ന്യായാലയ ഉച്ച ന്യായാലയിലൊക്കെ യൂസ് ചെയ്യുന്ന ഭാഷ. സോ അതും കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ആൻസർ ഈ സമയത്ത് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു പോർഷൻ നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് കാവ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അസാധ്യ വീണ ജിസ് ജാപ്പാനി കഥ പർ ആധാരിത് മാനി ജാതി ഹെ ഉസ് കഥ കാ നാം ക്യാ ഹെ. സാധാരണ നമുക്കറിയാം അസാധ്യ വീണ എന്ന് പറയുന്നത് ഒരു കാവ്യമാണ്. അപ്പം അത് ആരുടെ ആണ്, അല്ലെങ്കിൽ അത് ഏത്, അതിന്റെ കോണ്ടന്റ് എന്താന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ. അസാധ്യ വീണ എന്ന് പറയുന്നത് ഏത് ജപ്പാനി കഥയെ ആധാരമാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആ കഥയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദി ബുക്ക് ഓഫ് ടീ, ദ ബുക്ക് ഓഫ് ട്രീ, ഗോമിംഗ് ഓഫ് ദി ഹാഫ്, ഗെയിമിംഗ് ഓഫ് ദി ഹാഫ്. ഓക്കെ, ഭയങ്കര രീതിയിൽ കൺഫ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് നാലും. സോ നല്ല പോലെ റീഡ് ചെയ്തിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഉത്തരം നോക്കാം നമുക്ക്. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടൈമിംഗ് ഓഫ് ദി ഹാർപ്പ് അല്ലേ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അസാധ്യ വീണ എന്ന് പറയുമ്പോൾ നമുക്ക് അഗേജിനെ ഓർമ്മ വരണം. സച്ചിദാനന്ദ ഹീരാനന്ദ അധ്യായൻ അഖ്യേ അല്ലെ, നമ്മുടെ താരസപ്തഹിന്റെ ഒക്കെ ഹെഡായിട്ടുള്ള ആളാണ് അഖ്യേ. അഖ്യയുടെ കാവ്യസംഗ്രഹ ആയിട്ടുള്ള ആംഗൺ के पार द्वार में संग्रहित काव्य संग्रह है असाध्य वीणा. आगे के काव्य संग्रह आंकन के पार द्वार में संग्रहित है असाध्य वीणा. असाध्य वीणा कविता का गद्य आपको खुराक की पुस्तक द बुक ऑफ द टी में ടൈമിംഗ് ഓഫ് ദി ഹാർഫ് നാം സെ സംഗ്രഹിക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് പോലെയുള്ള ഓപ്ഷൻസുമാണ്. കാരണം അത് അങ്ങനെ തന്നെയാണ് കൺഫ്യൂഷൻസ് അല്ലേ. അപ്പം പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ദ ബുക്ക് ഓഫ് ദി ടീയിലാണ് എന്ത് അസാധ്യ വീണയുടെ കഥ്യ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ നെയിം ഓഫ് ടൈമിംഗ് ഓഫ് ദി ഹാർഫ് എന്ന പേരിലാണ് സംഗ്രഹിതമായിട്ടുള്ളത്. അപ്പൊ തെറ്റാതെ അത് നോക്കി പഠിക്കുക കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നാലാമത്തെ ചോദ്യം നമ്മുടെ വെസ്റ്റേൺ ലിറ്റററി തോട്ട്സിൽ നിന്നാണ് കേട്ടോ. ലോഞ്ചൈനസ് കെ ഗ്രന്ഥ കാ നാം ബതായിയെ. ലോഞ്ചൈനസ് ഇന്റെ ഗ്രന്ഥത്തിന്റെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പെരിയിപ്സോസ്, ഭാഷണശാസ്ത്ര, പോയറ്റിക്കിയസ്, ഇയോൺ, റിപ്പബ്ലിക്. ഓക്കെ, ഇതിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ആൻ ഈസി ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ പെരിയുപ്സോസ് അല്ലെ. അദ്ദേഹത്തിന്റെ ലോഞ്ചൈനസിന്റെ ഉദാത്തവാദ, അതുപോലെ പെരിയുപ്സോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനയാണ്. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഉദാത്തവാദം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള രചനകളൊക്കെ ആരുടെയാണ്? പോയറ്റിക്സ് അരസ്തോ അല്ലെ. ഇയോൺ ആൻഡ് റിപ്പബ്ലിക് ആരുടെയാണ്? പ്ലേറ്റോ. താഴത്ത് കൊടുത്തിട്ടുണ്ട്. ലോഞ്ചൈനസ് കാ ഉദാത്തത കാ സിദ്ധാന്ത പ്രസിദ്ധി. അപ്പൊ ഉദാത്തവാദിന്റെ ആളാരാണെന്ന് ചോദിക്കാം. ലോഞ്ചൈനസ് ആണ്. ഇയോൺ ആൻഡ് റിപ്പബ്ലിക്, ഇയോൺ ഓർ റിപ്പബ്ലിക് ദോനോ പ്ലേറ്റോ की रचना है. സോ പ്ലേറ്റോയുടെയും അരസ്തുവിന്റെയൊക്കെ സിദ്ധാന്തങ്ങള്, മറ്റ് വ്യക്തികളുടെ കഥനുകള്, ഇതുപോലെ ഇവരുടെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ വിരേചൻ സിദ്ധാന്ത അരസ്തുവിൻ്റെ, അനുകരൺ സിദ്ധാന്ത പ്ലേറ്റോൻ്റെ, ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പോർഷൻസും നമ്മൾ നമ്മുടെ ഭാവിശാസ്ത്രത്തിൽ നിന്ന് പഠിക്കണം. ഉദാത്തവാദ ലോഞ്ചൈനസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്ലിയർ അല്ലേ? ഈ പിന്നീട് ഒരു ഇതിൽ പറയാനുള്ളത് ഈ പോയറ്റിക്സും പെരിയിപ്സോസും ചിലപ്പോൾ ഡൗട്ട് ആവാനുണ്ട് അല്ലേ. കുറച്ചൊരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വൃത്തിയായിട്ട് പഠിച്ചാൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ല, പക്ഷെ ഒരു ചെറിയ കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ നോക്കി വയ്ക്കുക കേട്ടോ. പോയറ്റിക്സും പെരിയിപ്സോസും ക്ലിയർ അല്ലേ? പെരിയിപ്സോസ് ലോഞ്ചൈനസിന്റെ ഗ്രന്ഥമാണ്.
ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, आचार्य रामचंद्र शुक्ल के अनुसार भारतेंदु युगीन काव्यधारा में भारतेंदु की वाणी का सबसे ऊंचा स्वर क्या है, क्या था? ओके, അപ്പം ആചാര്യ രാമചന്ദ്ര ശുക്ല നമുക്കറിയാം ആലോചക് എന്നുള്ള രീതിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അദ്ദേഹത്തിനനുസരിച്ച് ഭാരതേന്ദു യുഗീന കാവ്യധാരയിൽ ഭാരതേന്ദുവിന്റെ വാണി എന്ന് പറയുന്നത് എന്തായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഉച്ചാസ്വരം എന്തിനായിരുന്നു? ഓപ്ഷൻ എ ദേശഭക്തി, ഓപ്ഷൻ ബി ലോകഹിത്, ഓപ്ഷൻ സി സമാജ് സുധാർ, ഓപ്ഷൻ ഡി മാതൃഭാഷ. എന്തായിരുന്നു ഭാരതേന്ദുവിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറഞ്ഞത്? ഓഫ് കോഴ്സ് ദേശഭക്തി ട്ടോ, ദേശഭക്തിയാണ്. സെയിം ഇതിൽ തന്നെ ആചാര്യ രാമചന്ദ്ര ശുക്ല ഭാരതേന്ദുവിനെ പറ്റി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. आचार्य रामचंद्र शुक्ल ने लिखा है भारतेंदु की वाणी का सबसे ऊंचा स्वर देशभक्ति का था. भारतेंदु की रचना विजयिनी विजय वैजयंती मिश्र में भारतीय सेना की विजय प्राप्ति पर लिखी गई है. സോ ഈ കഥനകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുക്ലജി ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഓരോരോ കഥനകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കുകളിലും നമുക്ക് ശുക്ലജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആറാമത്തെ ചോദ്യം, ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. മഹാകവിക്ക് സംബന്ധമേയും അസത്യകഥൻ ചാണ്ടിയെ. ശ്രദ്ധിക്കുക, അസത്യകഥനാണ് ചോദിച്ചിട്ടുള്ളത്. മഹാകാവ്യവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഇസ്കാ കഥാനായക് ഇതിഹാസ് പ്രസിദ്ധ വ്യക്തി ഹോത്താ ഹെ. രണ്ടാമത്തെ ഓപ്ഷൻ മഹാകാവ്യം സർഗബദ്ധ രചന ഹെ. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് इसका ध्येय धर्म अर्थ काम और मोक्ष की प्राप्ति होती है. ഓപ്ഷൻ ഡി വരുന്നത് ഉക്തി വൈചിത്ര്യ इसका प्राण तत्व होता है. സോ ഇതിൽ തെറ്റായിട്ടുള്ളത് എന്താണ്? എന്താ മഹാകാവ്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാകാവ്യങ്ങൾ ഏതാണ് എന്നൊക്കെയുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു അസത്യകഥ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഉത്തരത്തിലേക്ക് പോവല്ലേ? ഒരു ടൈം കൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഇതിൽ അസത്യമായിട്ടുള്ള കഥ. ഉക്തി വൈചിത്ര്യ ഇസ്ക പ്രാണതത്വ ഹോത്ത ഹെ അല്ലെ. മഹാകാവ്യന്റെ പ്രാണതത്വം അല്ല ഉക്തി വൈചിത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മഹാകാവ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നമുക്ക് നോക്കാം. इसके प्रारंभ में मंगलाचरण की योजना होती है. മഹാകാവ്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരു മംഗളാചരൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉണ്ടാവണം. മഹാകാവ്യ ഉസേ കഹേ ഹെ ജോ സർഗബദ്ധ ഹോ അല്ലെ. മഹാകാവ്യങ്ങൾ സർഗബദ്ധായിരിക്കണം. ഇത്ര സർഗങ്ങൾ, ഇത്ര സമയങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്രവാസാണെങ്കിലും പത്മാവതാണെങ്കിലും ഓരോന്നിനും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതെല്ലാം കുറച്ച് സർഗങ്ങൾ ഉണ്ടാവണം. മഹാൻ ചരിത്രസെ സംബന്ധ ഹോ. മഹാൻ ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. മഹാകാവ്യ की कथा इतिहास से अथवा किसी महापुरुष के वास्तविक जीवन गाथा के आधार पर होनी चाहिए. ഇതിഹാസ് പുരുഷന്മാരെയും അല്ലെങ്കിൽ കുറച്ച് വാസ്തവികമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഹീറോസിനെയൊക്കെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കഥകളായിരിക്കും. ആകാർമി ബെഡാ ഹോത്ത ഹെ. നമ്മൾ ഈ പറഞ്ഞല്ലോ സർഗ അല്ലെങ്കിൽ സമയം എന്നൊക്കെ പറയുന്നത് 1 or 2 ആയിരിക്കില്ല അല്ലെ. 15 ഉം 17 അല്ലെ. കാമായനി 15, രാമചരിതമാനസ്, പ്രിയപ്രവാസ, സാഖ്യത് ഒക്കെ പത്മാവതൊക്കെ 59 സമയമാണുള്ളത്. സോ അത് കുറച്ചും കൂടി വലുതായിരിക്കും ഇൻ സൈസ്. അതുകൊണ്ടാണല്ലോ അതിനെ മഹാകാവ്യം എന്ന് പറയുന്നത്. चारों पुरुषार्थ के निरूपण से युक्त हो. महाकाव्य में उद्देश्य धर्म अर्थ और काम मोक्ष की प्राप्ति मानी गई है അല്ലെ. നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് തന്നെയാണ് അഗൈൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. नाटक की 5 संधियों से युक्त और प्रायः कभी रसों की उपस्थिति से समृद्ध हो. ഓക്കെ, രസങ്ങളുടെ ഒരു സമൃദ്ധി ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഹിന്ദി സാഹിത്യമേ മഹാകാവ്യക്ക് ഉദാഹരണങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൃഥ്വിരാജ് രാസോ, പത്മാവത്, രാമചരിതമാനസ്, പ്രിയപ്രവാസ്, സാഖ്യത്, കാമായനി, ഉർവശി ആദി. ഇതിൻ്റെയൊക്കെ രചനാകാര, ടൈം, അതുപോലെ ഇതിൽ എത്ര സർഗുണ്ട് അല്ലെങ്കിൽ എത്ര സമയമുണ്ട് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ മഹാകാവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുക്കണം. നമ്മളെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം.
ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, ആചാര്യ രാമചന്ദ്ര ശുക്ലിനെ ഹിന്ദി കാ പക്കാ ദുഷ്മൻ കിസേ കഹ? ഒട്ടും തന്നെ കണ്ടിട്ടില്ലാത്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്. ആചാര്യ രാമചന്ദ്ര ശുക്ല നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആചാര്യ രാമചന്ദ്ര ശുക്ല ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കഥനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹിന്ദി കാ പക്കാ ദുഷ്മൻ എന്ന് പറയുന്നത് ആരെയാണ് അദ്ദേഹം? നമുക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അല്ലെ, അതൊരു ഹിന്ദി ആയിട്ടുള്ള ആളായിരിക്കണം. ഓപ്ഷൻസ് നോക്കാം. ജോർജ് ഗ്രിഗർ ഹസൻ, ഗാസാദ് ത്രാസി, രാജാ ശിവപ്രസാദ് താരേഹിൻ, രാജാ ലക്ഷ്മൺ പ്രസാദ് സിംഗ്. അല്ലെ, ഇതിൽ സിയും ഡിയും ആവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് അവരൊക്കെ ഹിന്ദി ഏരിയയിലാണ്. പിന്നെ നമുക്കൊരു ഡൗട്ട് വരുന്നത് ജോർജ് ഗ്രിഗർ ഹസനും ഗാസാദ് ത്രാസിയും തമ്മിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആരായിരുന്നു? അല്ലെ, ഇതിഹാസ ഗ്രന്ഥങ്ങൾ എഴുതി തുടങ്ങിയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽവിഭാജനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് ജോർജ് ഗ്രിഗർ ഹസനും ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ഗാസാദ് ത്രാസി, ഫ്രഞ്ച് ഭാഷയില. അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ലിത്തരേന്ദുസ്ഥാനി, വർഷം ഓർക്കുക. അപ്പൊ നോക്കാം ആരെയാണ് അദ്ദേഹം ദുഷ്മൻ എന്ന് പറഞ്ഞത്. ഓക്കെ, നാച്ചുറൽ ആയിട്ടും ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഗാസാദ് ത്രാസി. ഗാസാദ് ത്രാസിനെയാണ് അദ്ദേഹം ഹിന്ദി കാ പക്കാ ദുഷ്മൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ രചന ഭാഷ അതിന്റെ വർഷം 1839 ഓക്കെ, അത് ഒക്കെ നമ്മളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ദുഷ്മനാണെങ്കിൽ നമുക്കത് പഠിക്കേണ്ടത് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് നമുക്ക് നോക്കാം. शुक्ल जी ने लिखा है कि बाबू नवनीत चंद्र राय ने अपने एक लेख में हिंदुओं को कहा है कि उन्हें उर्दू का बजाय अपनी परंपरागत भाषा की उन्नति करनी चाहिए. इस पर गाजाद त्रासी बहुत छलाया और नवीन बाबू को कट्टर हिंदू कहा. त्रासी उर्दू का पक्षपाती और हिंदी भाषा का घोर विरोधी था. ഇതൊക്കെ ശുക്ലജിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗാസാദ് ത്രാസിയുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദിയിലെ പക്കാ വിരോധി എന്ന് ഗാസാദ് ത്രാസിനെ പറഞ്ഞത്. ഓർത്തു വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത് ചോദ്യം, ഹമ്മീർ ഹട്ട് കെ രചനാകാർ കോൻ ഹെ? ഹമ്മീർ ഹട്ട് ആദ്യകാലിൽ വരുന്ന ഒരു പോർഷൻ ആണ്. ജഗണി, പരമ, ചന്ദ്രശേഖർ, അമീർ ഖുസ്രു. ജഗണിക്കിന്റെ ഏതായിരുന്നു രചന? നമ്മൾ ആദ്യകാലിൽ പഠിച്ചത് പരമാൽ റാസോ അല്ലെ. ഓക്കെ, അതുപോലെ പരമാൾ, ചന്ദ്രശേഖർ, അമീർ ഖുസ്രോ അല്ലെ, തൊത്തായ ഹിന്ദ് എന്നറിയപ്പെടുന്ന ആദ്യമായിട്ട് കടിബോലിയിൽ എഴുതിയ അമീർ ഖുസ്രോ. ഇതിലാരാണ് ഹമ്മീർ ഹട്ട് എന്ന രചന എഴുതിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചന്ദ്രശേഖർ. ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആണ് ഹമ്മീർ ഹട്ട് എന്ന് പറയുന്ന രചനയുടെ രചനാക്കാർ. ക്ലിയർ അല്ലേ? അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നോക്കാം. यह एक प्रसिद्ध वीर काव्य है. അപ്പം ഇങ്ങനെയും ചോദിക്കാം, ഹട്ടി ഹമ്മീർ ഏത് വിധിയിലുള്ള രചനയാണ്, അല്ലെങ്കിൽ അതിന്റെ മൂലഭാവം എന്താണ്? വീറാണ്, വീരകാവ്യാണ്. ചന്ദ്രശേഖർ കോ ശുക്ലജി ने रीतिकाल के अन्य कवियों में रहा कि ചന്ദ്രശേഖരനെ അദ്ദേഹം ശുക്ലജി വീരകാലിലുള്ള അന്യ കവികളുടെ ഒരു കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇസ് രചന की പ്രസിദ്ധ പങ്ക്തി ഹെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പങ്ക്തി തന്നിട്ട് ഏത് രചനയിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. തിരിയാ തേൽ ഹമീർ ഹട്ട് ചടേന ദൂജി ബാർ. തിരിയാ തേൽ ഹമീർ ഹട്ട് ചടേന ദൂജി ബാർ എന്ന് പറയുന്നത് നമ്മുടെ ഹട്ടി ഹമീർ എന്ന് പറയുന്ന രചനയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക്തിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഹട്ടി ഹമീർ എന്ന് പറയുന്ന നാട്ടക്കാരുടെയാണെന്ന് ചോദിക്കാം. കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് ഇതൊക്കെ. ഹട്ടി ഹമ്മീർ എന്ന് പറയുന്ന നാട്ടക്കാണെങ്കിൽ അത് പ്രതാപ് നാരായൺ മിശ്രന്റെയാണ്. നാടകിന്റെ ഉദ്ഭവ വികാസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അവിടെ വരുന്നതാണ് ഹട്ടി ഹമ്മീർ പ്രതാപ് നാരായൺ മിശ്രന്റെ ഒരു നാടകമാണ്. അതും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ഓർത്തു വയ്ക്കാം. ക്ലിയർ അല്ലേ? ചന്ദ്രശേഖരനെയാണ് കാവ്യം. ഒൻപതാമത്തെ ചോദ്യം, അഗെയിൻ നമ്മുടെ ശുക്ലജിയുടെ അനുസാർ ഒരു കഥനാണ് പറയുന്നത്. आचार्य रामचंद्र शुक्ल के अनुसार पहले उपन्यास लेखक जिनके उपन्यासों की सर्वसाधारण में खूब हुई थे वे उपन्यासकार कौन थे? आचार्य रामचंद्र ശുക്ലനുസരിച്ച് ആദ്യത്തെ ഉപന്യാസ ലേഖക് അല്ലെ ആരാന്നാണ് ചോദ്യം. ലാലാ ശ്രീനിവാസദാസ്, ദേവകി നന്ദൻ ഖത്രി, കിശോരിലാൽ ഗോസ്വാമി, ലാലാ പാർവതി നന്ദൻ. അപ്പം ശരിക്കും നമ്മുടെ ആദ്യത്തെ ഉപന്യാസക്കാർ ആരാണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാർ പറഞ്ഞ മതത്തിനനുസരിച്ചൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ ആചാര്യ രാമചന്ദ്ര ശുക്ല के अनुसार ആണ് പെഹലെ ഉപന്യാസ് ലേഖക്.
പേരാണ്. देवकी नंदन खत्री अल्ले देवकी नंदन खत्री आना चरणचित्र शुक्ल के अनुसार पहली उपन्यास लेखक जिनके उपन्यासों की सार्वसाधिक में भूमि हुई है. ओके നോക്കാം. സോ അതുമായി ബന്ധപ്പെട്ട രണ്ട് ഫാക്ട് നോക്കാം. ഉन्होंने तिलस्मी और अयारी किस्म के उपन्यास लिखे हैं. അങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. തിലസ്മി അയാരി ഉപന്യാസിന്റെ ഉദ്ഭവം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകാരാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ദേവകി നന്ദൻ ഖത്രി. നരേന്ദ്ര മോഹിനി, കുസും കുമാരി, വീരേന്ദ്രവീർ, ചന്ദ്രകാന്ത, ചന്ദ്രകാന്ത സന്തതി, ഭൂതനാഥ് ആദി കിസ്കി രചനായും ഹേം. ഇതൊക്കെ നമ്മുടെ തിലസ്മി അയ്യാരിയുടെ ഹെഡായിട്ടുള്ള ദേവകി നന്ദൻ ഖത്രിയുടെ രചനകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം തന്നെയും. കണക്ട് ചെയ്തിട്ടോ ഒക്കെ നമ്മൾ ഇതൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഉപന്യാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കണ്ടത്. ആൻഡ് ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ഒരു ചോദ്യം നമ്മൾ നോക്കുകയാണ്. മേവാड़ की रानी कर्मवती का हुमायूं को बाई कहकर राखी बेचना किस नाटक का विषय वस्तु है? മേവാടിലെ റാണിയായിട്ടുള്ള കർമ്മവതിക്ക് ഹുമായൂണിക്ക് ബായിയാണ്, ഹുമായൂണിലെ ആള് ബായിയാണ് എന്ന് പറഞ്ഞിട്ട് രാഖിയൊക്കെ അയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊരു നാടകം. അപ്പം നാടകങ്ങൾ രചനകാരും വർഷമൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൽ നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സും അതിലെ കോണ്ടന്റ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം കോണ്ടന്റ് കിട്ടിയില്ലെങ്കിലും ആൾക്കാരെ അറിയുകയാണെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓപ്ഷൻ എ രാഖി ബന്ധബായ്, ऑप्शन बी अजात शत्रु, ऑप्शन सी रक्षाबंधन और ऑप्शन डी इनमें से कोई. അല്ലെ ഈ ഒരു നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാഖി ബന്ധബായും രക്ഷാബന്ധനും രണ്ടും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം പെട്ടെന്ന് തന്നെ. ഓക്കെ, ചിന്തിച്ചു നോക്കൂ ഏതാണ് നാട്ടകം എന്നുള്ളത്. രക്ഷാബന്ധനാണ് അല്ലെ. നമുക്ക് ഈ ഒരു ബിയിൽ നമുക്ക് അത്ര ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. ഡി ആയിരിക്കില്ലല്ലോ, ആയിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ ഈ രാഖി ബന്ധബായും രക്ഷാബന്ധനും കൂടി നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് രക്ഷാബന്ധനാണ്. രക്ഷാബന്ധൻ എന്ന് പറയുന്ന നാടകം. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ട് നോക്കാം. രക്ഷാബന്ധൻ ആരുടെ നാടകമാണ്? ഹരികൃഷ്ണ പ്രേമി അല്ലെ. ഹരികൃഷ്ണന് ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരികൃഷ്ണൻ ഒരാളോട് സ്നേഹം ഉണ്ടായിരുന്നു, നല്ല സ്നേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷാബന്ധൻ കെട്ടിക്കൊടുത്തു. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കും. പ്രേമിജി ഐതിഹാസിക് നാടകക്കാർ മാനി ജാते हैं. ഹിസ്റ്റോറിക് ആയിട്ടുള്ള നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളായിരുന്നു ഹരികൃഷ്ണ പ്രേമി. ये नाटक गुजरात के मुसलमान बादशाह बहादुर शाह के विरुद्ध एक हिंदू राज्य की रक्षा के लिए रानी कर्मवती के हिंदू मुसलमान एकता के प्रयास को आधार बनाया गया है. സോ ഇതാണ് ആ നാടകത്തിന്റെ ഒരു ചെറിയ ഒരു ഐഡിയ നമുക്ക് തരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ രക്ഷാബന്ധൻ നമ്മുടെ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു സെക്ഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലെ, നമ്മൾ പഠിച്ച പോർഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, നമുക്കതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ ഇതൊരു ടിപ്പും കൂടെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ പോലും ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ദിവസവും പഠിക്കാം. അല്ലെങ്കിൽ ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ ആ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു റിവിഷൻ പോലെയൊക്കെ ഈ ഒരു ക്ലാസ്സിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഐ തിങ്ക് ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നല്ലപോലെ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. സോ ഈ ഒരു സെക്ഷൻസ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും. സോ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു.